വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വളരെ കാലം ഇത് നിയമക്കുരുക്കുകളിലും മുട്ടാതർക്കങ്ങളിലും കുടുങ്ങി ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയായിരുന്നു. 2019 സാംസ്കാരിക വകുപ്പിന് വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതാണ്. എന്നാൽ പലതരത്തിലുള്ള നിയമ കാര്യങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. 2021 ഇതേപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവകാശം സാംസ്കാരിക വകുപ്പിന് നൽകിയെങ്കിലും തീർച്ചയായിട്ടും അത് നിയമസഭയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിചിത്രവാദമാണ് ഉണ്ടായത്. എന്നാൽ നിരന്തരമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. നമ്മൾ പലപ്പോഴും സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഉന്നതമായ മൂല്യവും നിലവാരവും പുലർത്തുന്ന ആളുകളെന്നുള്ള ഖ്യാതി ഉള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ സംഗതികളാണ് നടക്കുന്നത് എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകണം എന്നുള്ള റിപ്പോർട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ് എന്നീ വാക്കുകൾ എപ്പോഴും സീനിയർ ആർട്ടിസ്റ്റുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ്. ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പലതും അഡ്ജസ്റ്റ് ചെയ്യുകയും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യണമെന്നുള്ള അവസ്ഥയാണ്. പലപ്പോഴും സിനിമാ സെറ്റുകളിൽ മുൻനിര നായകർക്കും മുൻനിര നായികമാർക്കും ഒന്നാംകിട ഭക്ഷണവും രണ്ടാംകിട നായികമാരെ അങ്ങനെ ഒരു വേർതിരിവോടെ കാണുകയും സഹായ ആർട്ടിസ്റ്റുകളായി ആളുകളെ അവർക്ക് മോശപ്പെട്ട ഭക്ഷണം ഒരേ സെറ്റിൽ വിതരണം ചെയ്യുന്ന രീതി ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഫ്യൂഡൽ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അനീതികളാണ് ഈ സിനിമാ രംഗത്ത് നടക്കുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നേട്ടങ്ങളുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അഭിനയ രംഗത്ത് അവരുടെ മികവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പലപ്പോഴും WCC എന്ന സംഘടനയിൽ അംഗമായതിൻ്റെ പേരിൽ മാത്രം അവഗണിക്കപ്പെടുകയും തൊഴിൽ നഷ്ടമാവുകയും ചെയ്ത സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് പരിതാപകരമായ കാര്യമാണ്. അപ്പോൾ നിശിതമായ ഈ വിവരങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ട്, അതിൻ്റെ മേൽ ഗവൺമെൻറ് ഓരോ കാര്യത്തിൽ ഇടപെടണമെന്നും നടപടിയെടുക്കണമെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. സിനിമാ രംഗത്ത് ഒരു വിഭാഗം വലിയ പ്രതിഫലം വാങ്ങിക്കുന്നവരുണ്ട്. എന്നാൽ ജീവനോപാധിയായി മാത്രം ഇതിനെ കാണുന്ന സഹ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അവർക്ക് മാനുഷികമായ യാതൊരു പരിഗണനയും നൽകാതിരിക്കുന്നത് തികച്ചും ഹീനമായ ഒരു കാര്യമാണ്. നായികന്മാരായി വേഷമിടുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും താഴെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സഹനടിമാർക്കോ സഹനടന്മാർക്കോ ലഭ്യമാവുകയില്ല. അവരെ ആശ്രയിക്കാതെ, അവരുടെ അംഗീകാരമില്ലാതെ അവർക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനും ആവില്ല എന്നുള്ള ഒരു ദുസ്ഥിതി ഉണ്ട്. തീർച്ചയായും പലരെയും സന്തോഷിപ്പിച്ചും പലരെയും ആശ്രയിച്ചും മാത്രം ഈ രംഗത്ത് പിടിച്ചു നിൽക്കേണ്ട ഗതികേടാണ് ഉള്ളത്. ഇനിയും സഹനടിമാരുടെയും അതുപോലെ തന്നെ കൂടുതൽ മികവാർന്ന വേഷങ്ങളിലേക്ക് വരാൻ കഴിവുള്ള നടിമാരുടെയും അവസ്ഥ പലപ്പോഴും ഈ രംഗത്ത് കഠിനമാണ്. എല്ലാ തരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങുന്ന ആളുകളെ ഒരു പ്രത്യേക കോഡ് ഇട്ടാണ് സിനിമാ രംഗത്ത് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പലപ്പോഴും വഴങ്ങാത്ത നടിമാരെ ഒരു പ്രത്യേക ശ്രേണിയിൽ ഉൾപ്പെടുത്തി അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ചുംബന രംഗങ്ങൾ പോലെയുള്ള രംഗങ്ങൾ ആവർത്തിച്ച് 20 തവണ വരെ അവരെ
ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എടുപ്പിക്കുകയും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അവരെ ഈ രംഗത്ത് നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെ വളരെ വിവേചനപരമായിട്ട് പെരുമാറുന്ന ഒരു സിനിമാ രംഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്ത്രീവിരുദ്ധവും അതുപോലെ അനീതി നിറഞ്ഞതുമായതിനാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടാവുകയും ഈ രംഗത്തെ അനീതി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു തൊഴിലിടത്ത് ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ന്യായമായ സ്വാതന്ത്ര്യവും അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏത് തൊഴിൽ മേഖലയിലും ഇന്ന് സ്ത്രീക്ക് സ്വതന്ത്രമായി പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ കൂട്ടിന് മറ്റൊരാളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാൽ സിനിമയിലെ നടിമാരെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരായ നടികളെ സംബന്ധിച്ചിടത്തോളം, സഹനടിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിടത്ത് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ സുരക്ഷിതത്വത്തിന് വീട്ടുകാരെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന രക്ഷിതാക്കളെ പോലും പലതരത്തിൽ വഴങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉള്ളതായി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതാണ്. സിനിമാ രംഗത്തെ പ്രമുഖർ ഇതിനകം പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ, അറിയട്ടെ, അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം. ആർക്കെതിരെയാണ് പരാതി കൊടുത്തത്, ആ വ്യക്തികളെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാം എന്നാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള മുതിർന്ന ആളുകളുടെ മറുപടി. ഇനി വരുന്ന ആളുകളിൽ ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. സിനിമാ രംഗത്തുള്ള പല പ്രമുഖ നടന്മാരുടെയും പേരുകൾ ഇത്തരത്തിൽ നമ്മൾ സ്ത്രീവിരുദ്ധമായ നിലപാടുകളുടെ പേരിൽ കേൾക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെ പേരുകൾ വെളിപ്പെടേണ്ടതുണ്ട്. അവർ കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരേണ്ടതാണ്. നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, സമൂഹത്തിനുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാവേണ്ടതാണ്. സിനിമാ രംഗത്തെ പല പ്രമുഖന്മാരായ നടന്മാരും അതുപോലെ സംവിധായകരും നിർമ്മാതാക്കളും നടികളായി എത്തുന്നവരോട് വളരെ ദുസ്സഹമായ രീതിയിൽ പെരുമാറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് തൊഴിലിടത്തിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നതായി മനസ്സിലാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിലൂടെ. അത്തരം പ്രവണതകൾ കാണിക്കുന്നവരെ സിനിമാ രംഗത്ത് നിന്ന് പാടെ ഒഴിവാക്കാനും സ്ത്രീ സ്വാതന്ത്ര്യം ഉറപ്പാക്കി, സമത്വം ഉറപ്പാക്കി, നീതി ഉറപ്പാക്കി എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരം, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പാക്കേണ്ട ഭരണകർത്താക്കൾ തീർച്ചയായും നീതി കണ്ടില്ല എന്ന് നടിക്കരുതെന്നും ഇതിനകത്തെ വലിപ്പച്ചെറുപ്പങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ പരിശ്രമിക്കും എന്നും നമുക്ക് പ്രത്യാശിക്കാം.